Hello KCET 2026 students. നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ എന്തായി? നിങ്ങളുടെ ബോർഡ് എക്സാം ആണ് ഈ വരുന്ന മാർച്ചിൽ അല്ലേ? സോ ബോർഡ് എക്സാമിന് പഠിക്കുന്നതോടൊപ്പം തന്നെ KCET എൻട്രൻസ് എക്സാമും ഫോക്കസ് ചെയ്ത് പഠിക്കുക. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ തന്നെ KCETയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മുടെ സിലബസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ കാര്യമൊക്കെ എന്തായി? പ്രോസസ്സിങ് ആപ്ലിക്കേഷനൊക്കെ എന്തായി? നമുക്കറിയാം കുറേ സ്റ്റുഡൻസ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. KCETയുടെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ചെയ്യുക, അതിനകത്തെ കുറേ ഡൗട്ട്സ് ഒക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും KCET ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ, വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. 6282650553 ആണ് നമ്പർ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിലൊരു വോയിസ് മെസ്സേജ് അയക്കുകയോ നിങ്ങൾക്ക് ഓഡിയോ കോൾ ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ജനുവരി 17 ഓൺവേർഡ്സ് ആണ് നമ്മുടെ അഡ്മിഷൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇത് എൻഡ് ചെയ്യുന്നത് ഫെബ്രുവരി 17 ആണ്. സോ ഫെബ്രുവരി 16 മുമ്പായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. സോ അപ് ടു ഇത്രയും ദിവസത്തെ ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് സ്റ്റുഡൻസ് മാത്രമേ കർണാടകത്തിൽ ഇത്തവണ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. സോ നല്ലൊരു റാങ്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനും നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല നമ്മൾ എന്തായാലും ഈ വർഷം നമ്മുടെ KCET ത്രൂ ആണ് അഡ്മിഷൻസ്, നഴ്സിംഗിൻ്റെ അഡ്മിഷൻസ് കംപ്ലീറ്റ് പോവുക. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജസ്റ്റ് അപ്ലൈ ചെയ്തിടുക. കാരണം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള പോർട്ടൽ ഓപ്പൺ ആവില്ല, അതിനുള്ള പോസിബിലിറ്റീസ് ഇല്ല. സോ ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇതിൻ്റെ സിലബസിനെ കുറിച്ചാണ്. സോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഇത് നോക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, KCETയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് cet.online.karnataka.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ്. ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് അതർവൈസ് നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ ചെക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെക്കാവുന്നതാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ സിലബസ് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കണം. സോ ഇവിടെ അഡ്മിഷൻസ് എന്ന് പറയുന്ന ഒരു ഏരിയാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ അഡ്മിഷൻ എന്ന് പറയുന്ന ഏരിയ ക്ലിക്ക് ചെയ്യുക. സോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് UGCET 2026. ഇവിടെ കണ്ടോ, UGCET 2026. ഓക്കെ, സോ ഹിയർ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഏരിയാസ് ഓപ്പൺ ആയി വരും. ഈ ഏരിയാസിൽ UGCET 2026 സിലബസ് എന്ന് പറഞ്ഞ് ഈ ഒരു സെഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ സെഷൻ ഒക്കെ empty ആയിരുന്നു. പക്ഷേ ഈ ഏരിയയിലൊക്കെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഈ സിലബസ് എന്ന് പറയുന്ന സെക്ഷൻസ് ക്ലിക്ക് ചെയ്യുക. സോ ഹിയർ നമുക്ക് കാണാം 4 ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. സോ ഇതിൽ ഏതാണോ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. സോ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പോർട്ടലിൽ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ സിലബസ് ഓപ്പൺ ആയി വരും. CET 2026 ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 2026 ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഓരോ യൂണിറ്റിൽ നമുക്കറിയാം. +2ൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. സോ ഇതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കൂടെ തന്നെ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. ഈ സിലബസിൻ്റെ ഈ ഏരിയ കൂടി കുറച്ചധികം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നോക്കുക കേട്ടോ. സോ അത് നമ്മുടെ ബോർഡ് എക്സാമിന് അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിന് ഹെൽപ്പ് ചെയ്യും. സോ നെക്സ്റ്റ് മാത്തമാറ്റിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. സോ ഇവിടെ വേറൊരു ഡൗട്ട് ഉള്ളത്, നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സബ്ജക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത്? സോ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി ആണ്. അത് നമുക്കിവിടെ കാണാം. നോക്കൂ, PCB means Physics, Chemistry and Biology. So Bachelor of Veterinary Science and Animal Husbandry, Naturopathy and Yoga, അതുപോലെ തന്നെ BSc Nursing. ഇത്രയും കോഴ്സ് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ചൂസ് ചെയ്യേണ്ട സബ്ജക്റ്റാണ് PCB. ക്ലിയർ അല്ലേ? സോ നമുക്കറിയാം, എനിക്ക് തോന്നുന്നു കുറച്ചധികം എങ്കിലും സ്റ്റുഡൻസ് PCMB ചൂസ് ചെയ്യാറുണ്ട്. അത് ചൂസ് ചെയ്താലും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങൾ മാത്തമാറ്റിക്സിൻ്റെ എക്സാം എഴുതണമെന്ന് നിർബന്ധം
നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ നഴ്സിംഗ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ വെറുതെ മാത്തമാറ്റിക്സ് കൂടി ആഡ് ചെയ്യേണ്ട, ഇത് മാത്രം എടുത്താൽ മതി. ഓക്കെ, അതുകൂടാതെ നഴ്സിംഗ് മാത്രമല്ല, KCET അപ്ലൈ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, BTech ഉണ്ട്, ഫാർമസി കോഴ്സസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ KCET എക്സാം എഴുതണം. അങ്ങനെ വേരിയസ് ആയിട്ടുള്ള കോഴ്സസ് കർണാടകത്തിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതർ സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസും ഈ എക്സാം കമ്പൽസറി ആയിട്ട് എഴുതിയിരിക്കണം. സോ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി കോഴ്സസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടതെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് ചൂസ് ചെയ്യുക. ഓക്കെ, ഈ 3 എക്സാം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി ഈ 4 സബ്ജക്ട്സും എഴുതേണ്ട സ്റ്റുഡൻസ് ആരൊക്കെയാണ്? ഫാം സയൻസ് പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, BSc സെറികൾച്ചർ, ഇത്രയും കോഴ്സസ്, ഇത്രയും കൾച്ചർ, BSc ഹോണേഴ്സ് സെറികൾച്ചർ, ദെൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, BTech ഫുഡ് ടെക്നോളജി, ഇത്രയും കോഴ്സസിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ PCMB ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി സബ്ജക്ട്സ് ചൂസ് ചെയ്യാൻ മറക്കരുത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫാർമസി കോഴ്സസ്. ഈ ഫാർമസി കോഴ്സസ് ആണെങ്കിൽ ഒന്നെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്ട്സ് ചൂസ് ചെയ്യാം. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സബ്ജക്ട്സ് സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത്? നമ്മൾ ഓൺലൈൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക, UGCT അഡ്മിഷൻ എന്ന് പറയുന്ന ഏരിയ ക്ലിക്ക് ചെയ്യുക, UGCT 2026 സിലബസ് ക്ലിക്ക് ചെയ്യുക, ദെൻ വരുന്ന 4 സബ്ജക്ട്സ് ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ബയോളജി ഡൗൺലോഡ് ചെയ്യുക. ബോർഡ് എക്സാമിനോടൊപ്പം തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് KCETയുടെ പ്രിപ്പറേഷൻ ക്ലാസ്സസ് 30 days, 15 days ആൻഡ് 10 days പ്രിപ്പറേഷൻ ക്ലാസ്സസ് നഴ്സിംഗ് ഗുരുവിലൂടെ അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിടൂ. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ പുതിയൊരു KCET അപ്ഡേറ്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.